ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഉണ്ണീസ് ടേസ്റ്റി റെസിപ്പി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിംഗ് ആണ്. ബ്രെഡ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റീം ചെയ്തും ബേക്ക് ചെയ്തും ഒക്കെയുള്ള പലതരം പുഡിംഗ് കണ്ടിട്ടുണ്ട്. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് സെറ്റ് ചെയ്യുക, കഴിക്കുക. അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള 10 മിനിറ്റ് മാത്രം സമയം വേണ്ടി വരുന്നൊരു പുഡിംഗാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികൊക്കെ കളഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ജാമാണ്. അപ്പോൾ 2 ഫ്ലേവറുള്ള ജാം ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. മൂന്നാമത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാൻ 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെയും ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഈ ഒരളവിൽ ഒരു 10-12 പേർക്ക് കഴിക്കാവുന്ന രീതിയിൽ നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ആപ്പിൾ തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഉള്ളത് അനാറാണ്, അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഞാൻ മുന്തിരിങ്ങ കുരു കളഞ്ഞതും അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ പൈനാപ്പിൾ ചേർക്കാം, മാംഗോ ചേർക്കാം, ചെറിയ പഴം ചേർക്കാം. അങ്ങനെ എന്തൊക്കെ ഫ്രൂട്ട്സ് അവൈലബിൾ ആണോ അതൊക്കെ ഇതിൻ്റെ കൂടെ ചേർക്കാം. നമുക്ക് വിപ്പിംഗ് ക്രീം ഫ്രൂട്ട്സുമായിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജാം ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് മിക്സഡ് ഫ്രൂട്ട് ജാം എടുത്തു. ഇതിലേക്ക് തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാം. അതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഈ മധുരം ഇത്തിരി ഓവറാണ് ജാമിന്, അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ കൂടെ ഇത് ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പൈനാപ്പിൾ ജാമും ഞാൻ ഇതേപോലെ ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇതേപോലെ ഗ്യാപ്പ് ഇല്ലാത്ത പോലെ തന്നെ നമുക്ക് ബ്രെഡ് ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ബ്രെഡ് നിരത്തി കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് വാങ്ങാനും ശ്രദ്ധിക്കണം. അപ്പോഴേ ഈ പുഡിങ് കറക്റ്റ് ഇതിന് ടേസ്റ്റ് കിട്ടും. അപ്പം ബ്രെഡ് ഞാൻ ഇതേപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ജാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു നനവിൽ തന്നെ ബ്രെഡ് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ഒത്തിരി കൂടെ ഇത് ഡൈല്യൂട്ട് ചെയ്തു അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയെന്ന് വെച്ചാൽ ഒന്നും പേടിക്കണ്ട. ഇത് ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കോളും. എന്നിട്ട് ആ ഒരു മധുരം ബ്രെഡിന് നന്നായിട്ട് കാണും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമുക്ക് നന്നായിട്ട് ജാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിന് മുകളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഫ്രൂട്ട്സും കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് ഗ്യാപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഫ്രൂട്ട്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കണം. അപ്പോൾ ഫുള്ള് ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ഒരു ലെയറും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെയർ ഇതേപോലെ ബ്രെഡ് നിരത്തി കൊടുക്കാം. അപ്പോൾ അടുത്ത ലെയർ ഞാൻ ബ്രെഡ് ഏകദേശം ഇതേപോലെ നിരത്തിയിട്ടുണ്ട്. ഇതിന് മുകളിൽ നമുക്ക് അടുത്ത പൈനാപ്പിളിൻ്റെ ജാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 കളർ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ റെഡും യെല്ലോയും ഒരു കോൺട്രാസ്റ്റ് കളറാണ്. പിന്നെ ഒന്ന് പൈനാപ്പിൾ, ഒന്ന് മിക്സഡ് ഫ്രൂട്ട് ജാമുമാണ്. അപ്പോൾ 2 ടേസ്റ്റും കൂടെ വരുമ്പോൾ ഇതിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടും. അതും കൊണ്ട് കൂടിയിട്ടാണ് ഞാൻ 2 ഫ്ലേവർ എടുത്തത്. ഇനി ഒരു ഫ്ലേവറുള്ള ജാം മാത്രമേ ഉള്ളെങ്കിലും ഒരു പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ നമുക്ക് വിപ്പിംഗ് ക്രീം ഇതേപോലെ തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുകൾ ഭാഗം നല്ല നീറ്റായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അത് നന്നായിട്ട് ലെവൽ ചെയ്യണം. അപ്പോഴേ ആ പുഡിങ് കാണുമ്പോൾ ഒരു ഭംഗി വരത്തുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഏകദേശം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ചെറി വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ പുഡിങ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ കാണാനൊരു ലുക്ക് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെറി വെച്ചിട്ട് ഗാർണിഷ് ചെയ്തത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 10 മിനിറ്റ് ഇതൊന്ന് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഫ്രീസറിൽ വെക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് സെറ്റായും വരും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ബൗളിലേക്ക് ആക്കി കൊടുത്താൽ മതി. ഞാനിത് ബൗളിലേക്ക് ഒരു പീസ് എടുത്ത് മാറ്റി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വീഡിയോ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.